വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീരിയൽ മലയാളം. കമല മനുവിനോട് ദേഷ്യപ്പെടുകയാണ്. അത് മനുവിന് വല്ലാതെ വിഷമമാകുന്നു. രഞ്ജു ചോദിക്കുകയാണ്, ഏതാണ് മറ്റവൾ? അത് അലീനയുടെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു, അതാ പറഞ്ഞേ എന്ന് മനു രഞ്ജുവിനോട് പറയുന്നു. ചേട്ടൻ ഓക്കെ അല്ലേ എന്ന് രഞ്ജു മനുവിനോട് ചോദിക്കുമ്പോൾ ഓക്കെയാണ് എന്ന് പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് മനു കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അലീനയും രോഹിയും കോളേജിലെത്തി ഫാദറിനെ കാണുന്നു. അലീന പരമാവധി ഫാദറിനോട് അപേക്ഷിക്കുകയാണ് രോഹിയെ ഇവിടെ വീണ്ടും പഠിക്കാൻ അനുവദിക്കണമെന്ന്. ഫാദർ അതിനൊന്നും വഴങ്ങുന്നില്ല. ഫാദർ പറയുന്നത്, പീഡനക്കേസിലെ പ്രതിയല്ലേ ഇവൻ, പത്രങ്ങളിലും ടിവിയിലും ന്യൂസ് വന്നതല്ലേ, അങ്ങനെയുള്ള ഇവനെ ഇവിടെ അനുവദിക്കില്ല എന്ന്. ഇനി അതിനെപ്പറ്റി സംസാരിക്കുകയേ വേണ്ട എന്ന് ഫാദർ പറയുകയാണ്. ഇവൻ അതിൽ പെട്ടുപോയതാണ്, നിർഭാഗ്യം കൊണ്ടാ, അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് അലീന പറയുമ്പോഴും ഫാദർ പഠിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. രോഹി നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിനു മാത്രം ഒരു പബ്ലിസിറ്റിയും കൊടുത്തില്ല, ഒരു ന്യൂസും വന്നില്ല എന്ന് അലീന ഫാദറിനോട് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ഫാദറിനോട് പറയാൻ ശ്രമിച്ചെങ്കിലും ഫാദർ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിച്ചു, അതുകൊണ്ട് യേശു കുറ്റവാളിയായി തീർന്നു. ഫാദർ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് അലീന പറയുന്നു. നീ നിർത്ത്, ധിക്കാരം പറയുന്നു. എന്നോട് ഇവിടെ ഒരു നിമിഷം നിൽക്കരുത്. ഇറങ്ങിപ്പോകാൻ ഫാദർ അലീനയോട് പറയുന്നു. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും അലീന പറയുകയാണ് ഫാദറിനോട്, ഈശ്വരൻ്റെ കസേരയേക്കാൾ വലുതാണോ അച്ഛൻ്റെ ഈ കസേര? യേശു പറഞ്ഞു, പാപം ചെയ്തവർ എന്നെ കല്ലെറിയട്ടെ എന്ന്. ജനക്കൂട്ടം താഴെയിട്ടു, പക്ഷേ അച്ഛൻ മാത്രം കല്ല് താഴെയിടുന്നില്ല. യേശു പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചും അലീന അച്ഛനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അച്ഛൻ രോഹിയെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. അലീനയും രോഹിയും ഓഫീസിൽ നിന്നും പോയ ശേഷം ഫാദർ അലീന പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ്. അത് വല്ലാതെ ഫാദറിൻ്റെ മനസ്സിൽ തട്ടിയ വാക്കുകളായിരുന്നു. മുഖത്ത് വിഷമമുണ്ടായിരുന്നു. അലീനയും രോഹിയും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കൃഷ്ണമോൾ, അലീന ചേച്ചി പോയ കാര്യം നടന്നോ എന്ന്. ഒന്നും നടന്നില്ല മോളെ എന്ന് അലീന പറയുന്നു. അപ്പോഴേക്കും ബാലചന്ദ്രൻ വരുന്നു. ഒന്നും നടന്നില്ല അല്ലേ എന്ന് അലീനയോട് ചോദിച്ചു. വിഷമത്തോടെ അലീന ഇല്ല എന്ന് പറയുന്നു. പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ധാർമ്മികതയാ അച്ഛാ എന്ന് അലീന. രോഹി കരഞ്ഞു. അവന് നല്ല വിഷമമുണ്ട് എന്ന് അലീന പറയുമ്പോൾ അവൻ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനും കൃഷ്ണമോളും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അലീന വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നിൽക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.